നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിശ്ചയദാർഢ്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ചിഹ്നം. ഒരുപക്ഷെ വൈകല്യങ്ങളെ മറന്നുകൊണ്ട് ഒരു കലാകാരിക്ക് എവിടെ വരെ പറക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന നമ്മുടെ സ്വന്തം വിജയലക്ഷ്മി വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. ഒരുപക്ഷെ വിജയലക്ഷ്മിയുടെ വരാനിരിക്കുന്ന ദിവസങ്ങൾ സംഗീതത്തിൻ്റെ പൗർണമി രാവുകളാകട്ടെ എന്ന് JB ജംഗ്ഷൻ പ്രത്യാശിക്കുന്നു. വിജയലക്ഷ്മിക്ക് എന്ത് സംഗീതമാണ്? ഈ PP ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ പാട്ട് പാടിക്കളയും. ഒരു PP കൊടുത്തല്ലേ? ഇതാണ് പിള്ളേരുടെ PP. ഈ PP വെച്ചിട്ടാണ് പല പ്രയോഗങ്ങളും നടത്തിയത്. ഓക്കെ, തുടങ്ങട്ടെ. നമുക്ക് നോക്കാം. കൈ വെക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഇവിടെ കൈ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ സൗണ്ട് കേൾക്കും, ക്ലാഷ് ആയി പോകും. ഓക്കെ. വല്ലവന് പുല്ലുവായതെന്ന് പറഞ്ഞ പോലെ വിജയലക്ഷ്മിക്ക് കൈ കിട്ടുന്ന എന്തും സംഗീത ഉപകരണമല്ലേ? ഒരു സ്പൂണ് കിട്ടി അതിൻ്റെ അകത്ത് സംഗീതം ഉണ്ടാക്കും. ചീപ്പിൽ വായിക്കുമായിരുന്നു. ചീപ്പിൽ തുളസി ടീച്ചർ പറഞ്ഞു, ഞാൻ ഓർക്കണില്ല കേട്ടോ, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചീപ്പിൽ പാട്ട് വായിക്കുമായിരുന്നു, ചീപ്പൊക്കെ ഉപയോഗിച്ച്. ഞങ്ങൾക്ക് സാറിന് ചീപ്പ് കൊണ്ട് മുടിയിരുവായിരുന്നു. ഇപ്പൊ അത് മാത്രമല്ല, പിന്നുകൊണ്ടും പിന്നുകൊണ്ടും ചീപ്പ് കൊണ്ടും സ്പൂണ് കൊണ്ടും PP കൊണ്ടും ഒക്കെ പാട്ട് പാടും. ഒരു കമ്പി കൊണ്ടാണ് ഗായത്രി വീണയിൽ മാസ്മരികമായിട്ടുള്ള സംഗീതം പൊഴിക്കുന്നത്. ഒരുപക്ഷെ വിജയലക്ഷ്മിയുടെ സവിശേഷത എന്ന് വെച്ചാൽ സംഗീതം പഠിച്ചു, അതുപോലെ തന്നെ സംഗീതത്തിൽ പരീക്ഷണം നടത്തി. ചില ആൾക്കാർ പഠിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പക്ഷെ പരീക്ഷണം ചെയ്യുന്നില്ല. ഒരു ജീനിയസിന്റെ ലക്ഷണമാണോ ഇത്? എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ബുദ്ധിജീവിയാണോ? സംഗീത ബുദ്ധിരാക്ഷസയാണോ? ഈ സംഗീത ബുദ്ധിരാക്ഷസയ്ക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരബദ്ധം ഞാൻ പറയട്ടെ. ഷൺമുഖാനന്ദ ഹാളിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിപ്പോയി. ഓർമ്മയുണ്ടോ? അത് എന്തുവാണത്? ആവർത്തനം, തനിയാവർത്തനം നടക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി. അപ്പത്തേക്ക് അപ്പൊ എന്ത് ചെയ്തു അച്ഛൻ, ഇതെന്താ ഉറങ്ങണം, എഴുന്നേക്ക് ഉറങ്ങണം. അപ്പൊ ഞാൻ ഉടനെ പാടി തുടങ്ങി. അയ്യോ, ഓർമ്മയുണ്ടോ? രണ്ടാമത് എഴുന്നേറ്റിട്ട് പാടി. ഇതൊക്കെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഓർമ്മയുണ്ട്. എന്താണ് പാടിയത്? അത് പാടിയത് ഭൈരവിരാഗത്തിലെ ഉപചാരമു എന്നുള്ള രൂപതാളത്തിലെ കീർത്തനമാണ്. ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിയപ്പോ അച്ഛൻ തട്ടി കഴിഞ്ഞപ്പോ വരുന്നു തട്ടി. ഉപചാരം അങ്ങനെ അച്ഛൻ്റെ മാനം രക്ഷപ്പെടുത്തി അല്ലേ? ഒരുപക്ഷെ വിജയലക്ഷ്മിയുടെ ഉപബോധ മനസ്സിലിങ്ങനെ സംഗീതം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. അതുകൊണ്ട് എത്ര ഉറക്കത്തിലും വേണമെങ്കിലും. നന്നായി ഉറങ്ങാറുണ്ടോ? ഉണ്ട്. അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കില്ല. എഴുന്നേറ്റ് കിട്ടും. ഉറക്കത്തിൽ യാതൊരു ക്ഷാമവും ഇല്ല. ഒരു ഇഷ്യൂ ഇല്ല. ഇനി വരാൻ പോകുന്നേരം നോക്കിക്കോളൂ. വിജയ് കർണാട്ടിക് ക്ലാസിക്കൽ വായിക്കുമ്പോൾ അതിൽ പുതിയ പുതിയ കണക്കുകൾ എന്നും പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ വിജയ് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കണക്ക് ഒന്ന് പാടി കേട്ടാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്.
നമ്മുടെ രത്തുവാണ് വൈക്കം രത്നശ്രീ. തബലയില് അതെ, അക്കമ്പനി ചെയ്യുന്നുണ്ട്. തബലയിൽ പുപ്പുലി. ഒരാവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അതെ, എൻ്റെ അമ്മേ എന്നാ ചെയ്യുന്നു നോക്കട്ടെ കേട്ടോ. നഗുമോയ്ക്ക് ഒരു കണക്ക് സനിധ പമഗരിനി സ പ സ സനിധ പമഗരിനി സ പ സ സനിധ പമഗരിനി സ പ സ ഗരി സനി സരി സനി ധ പ സ ഗ പ പ നി സ സ സ ഗരി സനി സരി സനി ധ പ സ ഗ പ പ നി സ സ സ ഗരി സനി സരി സനി ധ പ സ ഗ പ പ നി സനി ധ പ മഗരിനി സ പ സ സനി ധ പ മഗരിനി സ പ സ സനി ധ പ മഗരിനി സ പ സ ഗരി സനി സരി സനി ധ പ സ ഗ മ പ നി സ സ സ ഗരി സനി സരി സനി ധ പ സ ഗ മ പ നി സ സ സ ഗരി ഗരി സനി സരി സനി സനി ധ പ സ ഗ ഗ മ പ നി സനി ധ പ മ ഗരി നി സ പ സ സനി ധ പ മ ഗരി സ പ സ സനി ധ പ മ ഗരി നി സ പ സ ഗരി സനി സരി സനി ധ പ സ ഗ മ പ നി സ സ സ ഗരി ഗരി സനി സരി സനി സനി ധ പ സ ഗ മ പ നി സ സ സ ഗരി ഗരി സനി സരി സനി സനി ധ പ സ സ ഗരി സ ഗ മ ന ഗു മോ 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 ഗനലേ നി നാ ജാലി ദലിസി നന്നു പ്രോവരാ ശ്രീ രഘുവരനി നഗു മോ മോ ഗനലേ നി നാ ജാലി ദലിസി വിജയലക്ഷ്മിക്ക് പാട്ടുകൊണ്ട് പലതരം മാജിക് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയണം. ഒയ്യോ, അതെന്തുവാ? ചില സ്ഥലത്ത് മഴ പെയ്യിപ്പിച്ചു എന്ന് ആൾക്കാർ പറയുന്നു. അത് ശരിയാ. അമൃതവർഷിണി പാടി മഴ പെയ്യിപ്പിച്ചു. മാവേലിക്കരയിൽ പൊന്നാരം തോട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. എന്തായിരുന്നു അനുഭവം? അയ്യോ, അതൊരു അതിശയം. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷേ ഒരു വേനൽക്കാലമായിരുന്നു. ഒരു ഭാഗവതർ സാർ, പേര് മറന്നു കേട്ടോ, അദ്ദേഹം പറഞ്ഞപ്പം എനിക്ക് വേണ്ടി അത് പാടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാടി ആനന്ദാമൃത കർഷിണി പാടി. അങ്ങനെ ദൈവം മഴയും പെയ്തു. മഴ പെയ്യുന്നു തോന്നിയിരുന്നോ? ഇല്ല, അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ചുമ്മാ മഴ പെയ്തു എങ്ങനെ മനസ്സിലായി? മഴയുടെ ശബ്ദവും കേട്ടായിരുന്നു, എല്ലാവരും പറയുകയും ചെയ്തു. വെള്ളം വീണുണ്ടല്ലോ, മേത്ത് വെള്ളം വീണായിരുന്നു. അങ്ങനെയൊക്കെ മനസ്സിലായി. ആ പാട്ട് ഓർമ്മയുണ്ടോ? ആ ഉണ്ട്. വാതാ കൊടുക്ക്. ആ പോട്ടെ. ആ പൂജിതേ ശിവേ ഭവാനി ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി ഹരാതി പൂജിതേ ശിവേ ഭവാനി ആനന്ദാമൃതകർഷിണി അമൃതവർഷിണി ഹരാതി പൂജിതേ ശിവേ ഭവാനി ആനന്ദാമൃതകർഷിണി
പല ഘട്ടങ്ങളിലും വിജയലക്ഷ്മി പതറിയിട്ടുണ്ടാവും. ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. നമുക്ക് അങ്ങനെയുള്ള ആയിരക്കണക്കിന് വരുന്ന ആ കുരുന്നുകൾക്ക് ഒരുപക്ഷെ പ്രചോദനമാകാൻ വേണ്ടി അങ്ങനെ വിഷമം വരുമ്പോൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്തു വിജയലക്ഷ്മി? ഞാൻ സംഗീതം തന്നെ ആശ്രയിച്ചു. അപ്പം മറ്റുള്ളവരും അതുപോലെ അത് വിഷമമുണ്ടെങ്കിലും അതിന് നമ്മൾ ദൈവത്തോട് പറയുക. എന്ത് വിഷമവും ദൈവത്തോടും അച്ഛനും അമ്മയോടും പറഞ്ഞ് ആ വിഷമം തീർക്കുക. പിന്നെ ഇതിലും ഈ എന്ത് വൈകല്യം ഉണ്ടായിരുന്നു പതറാതെ സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തുവാനായിട്ട് മാതാപിതാക്കളും കൂടി പ്രോത്സാഹിപ്പിക്കണം. അപ്പം ഇതാണ് പറയാനുള്ളത്. എന്ത് പ്രതിബന്ധം വന്നാലും അത് വിജയലക്ഷ്മി പക്ഷേ ഇതുവരെ എത്തി. പക്ഷേ ഇപ്പോൾ ഇതുവരെ എത്തിയ വിജയലക്ഷ്മി എല്ലാവരും കാണുന്നത്. ഇതുവരെ ഇപ്പം നിൽക്കുന്ന കാറ്റേ കാറ്റേ പാടി ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിലും ഒരു സംഗീതത്തിൻ്റെ പൂമഴ പെയ്യിച്ച വിജയലക്ഷ്മിയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. പക്ഷേ ഈ വിജയലക്ഷ്മി ആകുന്നതിന് മുമ്പ് ഒരുപാട് വിജയലക്ഷ്മികളുണ്ടായിരുന്നു. ഈ വിജയലക്ഷ്മിയിൽ ഒരുപാട് വിജയലക്ഷ്മികളുണ്ടായിരുന്നു പല ഘട്ടങ്ങളും. ചില ഘട്ടങ്ങൾ ഒരുപക്ഷെ വളരെ ദുഷ്കരമായിട്ടുണ്ടാവും. എന്തിനാണ് ഞാൻ ജന്മമെടുത്തത്? എന്തിനാണ് എന്നെ ഇങ്ങനെ ദൈവം ശിക്ഷിച്ചത്? എനിക്കെന്തുകൊണ്ട് കാഴ്ചശക്തി തന്നില്ല? പല 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 എന്താ പറയുക വികാര വിക്ഷോഭങ്ങളും ഈ വിജയലക്ഷ്മിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഇല്ലേ? ഇല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു ഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അത് പണ്ട് ഇവിടെ അച്ഛൻ്റെ അപ്പൂപ്പൻ ശരി അങ്ങനെ അപ്പൂപ്പനുള്ളപ്പോഴൊക്കെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പൂപ്പൻ ഈ ചെറുതിലേ അത് അച്ഛൻ്റെ അച്ഛൻ വേലായുധം പിള്ള. അപ്പോൾ അപ്പൂപ്പന് ഇപ്പോൾ ഇല്ല കേട്ടോ, മരിച്ചു. അപ്പോൾ അങ്ങനെയെന്ന് വെച്ചാൽ അപ്പൂപ്പൻ ഇങ്ങനെ എന്താ പറയുക, ഞാൻ അപ്പുറത്ത് ചെന്നിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ അടുത്ത് ചെന്ന ഉടനെ അപ്പൂപ്പനെ നീ അപ്പുറത്ത് പോയി. ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു നടക്കാൻ പറയാൻ ചെയ്യാനൊന്നും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. എന്നാത്തിനാണ് ഇങ്ങനെ ജന്മം? ഫാൻ ഇടാൻ പാടില്ല, ഫാൻ ഇങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ ഫാനിട്ട് കഴിഞ്ഞാൽ ഓഫി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് മുറ്റത്ത് പോയിരിക്കാനൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞ പോലെ അപ്പൂപ്പനായിട്ട് പൊരുതി പോരുവഴിയായി മാറി. അങ്ങനെയാണ് ആ വിഷമം നേരിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പല കുട്ടികളും ഈ പറഞ്ഞ പോലെ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കാം ചില വൈകല്യങ്ങളുള്ള കുട്ടികളെ ഈ പറഞ്ഞ അവഗണിക്കുക, അവരെ തരംതാഴ്ത്താൻ ശ്രമിക്കുക, അവരെ മാറ്റി നിർത്തുക. ഇതൊക്കെ സാധാരണ രീതിയിൽ ചില സ്കൂളുകളിൽ നടക്കുന്നതാണ്. പക്ഷെ എന്നോട് ചെയ്തിട്ടില്ല കേട്ടോ. ആരും ചെയ്തിട്ടില്ല. ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഇല്ല, ആരും ചെയ്തിട്ടില്ല. മാന്തിപ്പറിച്ചേനെ അവരെ മാന്തിപ്പറിച്ചേനെ. അതെ അതെ. നഖം വലിയൊരു ആയുധമായിരുന്നല്ലേ? അതെ അതെ. പൂച്ചയുടെ കൂട്ടങ്ങളും മാന്തുക. പൂച്ചയുടെ മാന്തുമായിരുന്നു. മാത്രമല്ല വിജയലക്ഷ്മി ഒരു സ്പെഷ്യൽ സ്കൂളിലൊന്നും അല്ല പഠിച്ചത്, സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു വിജയലക്ഷ്മിയിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിജയലക്ഷ്മിക്ക് ഈ വൈകല്യം ഒരു വൈകല്യമല്ല എന്ന് തിരിച്ചറിഞ്ഞു. സാധാരണ പിള്ളേർ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചു. അതെ, ഒരു വ്യത്യാസമില്ല. ടേപ്പ് റെക്കോർഡർ കൊണ്ടുപോകണം പുസ്തകത്തിന് പകരം. എന്നിട്ട് റെക്കോർഡ് ചെയ്ത് സാറ് പഠിപ്പിക്കുന്ന റെക്കോർഡ് ചെയ്യുക, വീട്ടിൽ നിന്ന് പഠിക്കുക, കേട്ട് പഠിക്കുക. അങ്ങനെയാണ് പരീക്ഷയ്ക്ക്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ രാത്രിയിൽ അല്ലെങ്കിൽ വൈകുന്നേരം ഇരുന്നിട്ട് ഈ റെക്കോർഡ് ചെയ്തെല്ലാം കേൾക്കും. കേട്ട് കഴിഞ്ഞാൽ മനസ്സിലത് ഇരിക്കുമോ? ഇരിക്കും. 2-3 പ്രാവശ്യം കേട്ട്. അത് പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാലേ ഇതൊക്കെ നിൽക്കുള്ളൂ മനസ്സിൽ. ആരെങ്കിലും ഉള്ളപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ അതിലടച്ച് കുറ്റിയിട്ട് ആരെയും അകത്ത് കയറ്റാതെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വെളിയേറുള്ളൂ. ഒറ്റയ്ക്ക് ഏകാഗ്രമായിട്ട് പാട്ട് പഠിക്കുന്നതും അങ്ങനെ തന്നെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒറ്റയ്ക്കാവുമ്പോൾ വിജയലക്ഷ്മിക്ക് എന്താ തോന്നുന്നു? വിഷമാണോ? ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണോ? ഭയങ്കര വിഷമാണ്. ആരെങ്കിലും ഒന്ന് വേണം. ഇല്ലെങ്കിൽ അയ്യോ പഠിക്കുമ്പോൾ മാത്രം ഒരു വിഷയമില്ല, അല്ലെങ്കിൽ ഇപ്പൊ കൂടെ ആൾക്കാർ എപ്പോഴും വേണം. ആരെങ്കിലും ഒന്ന് ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്തുകൊണ്ടേയിരിക്കണം. കുറച്ചു നേരത്തേക്ക് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ വിഷമാണ്. അതെന്താണത്? എന്തൊക്കെയോ ചില ഫീലിങ്സ് ഒക്കെ വരും. അവിടെയാണ് ഞാൻ പിടിക്കാൻ പോകുന്നത്. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലേക്ക് ഒരുപാട് വിഷമങ്ങൾ വരും അല്ലേ? അപ്പൊ അത് മറികടക്കാനുള്ള തട്ടിപ്പാണ് എപ്പോഴും ആൾക്കാരെ ഒരുമിച്ചിരുത്തുന്നത്. ഏകാന്തത വിജയലക്ഷ്മിയെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ മൊബൈൽ ഇതുപോലെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കും ജയേന്ദ്ര സാറുമായിട്ട്. അപ്പോൾ സമാധാനം കിട്ടും. ആരും ഇല്ലെങ്കിൽ മൊബൈൽ. ഈ മൊബൈലും കൂടെ ഇല്ലായിരുന്നെങ്കിൽ വിജയലക്ഷ്മി എന്നാ ചെയ്തേനെ? എന്തായിരുന്നു? ശരിയാ, ഫോണൊന്നും ഇല്ലായിരുന്നു, എന്ത് ചെയ്തേനെ? ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുമ്പോൾ അച്ഛനും അമ്മയും എന്താ പറയാ? മോളെ നീ ഒറ്റയ്ക്കിരിക്കരുത്, നീ ഒരു പാട്ടെങ്കിലും കേക്ക്. അത് പറയും.
ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അമ്മായി പറയും ഒരിക്കൽ അമ്മായിയുടെ വീട്ടിൽ വന്നിരിക്കും എപ്പോഴും ഇവിടുന്ന് അതിനെ അടച്ചു കൂട്ടിയൊക്കെ ഇരിക്കും എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരുപാട് പരിപാടികളും യാത്രകളൊക്കെ ആയി. അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. വിജയലക്ഷ്മിക്കാണെങ്കിൽ വിമാനത്തിൽ കയറണ ഭയങ്കര പേടിയാണെന്ന് ആരെ പറഞ്ഞു? ആയിരുന്നു ആദ്യം, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പേടി മാറിയോ? മാറി. എങ്ങനെയാ മാറിയത്? പോയി ശീലമായി. പിന്നെ ഈ മൃത്യുഞ്ജയ മന്ത്രം ഒക്കെ അതൊക്കെ ജീവിക്കും. കയറി ഉടനെ കയറുന്നതിന് മുമ്പ് മൃത്യുഞ്ജയ മന്ത്രമൊക്കെ മനസ്സിൽ ജീവിക്കും. അങ്ങനെയൊക്കെയാണ്. വീട്ടിലും ജപിച്ചിട്ടാവും ഇറങ്ങുന്നത്. ആദ്യത്തെ ഒരു കേരളം എങ്ങനെയായിരുന്നു വിമാനത്തിന്? അയ്യോ, എനിക്ക് സങ്കടമായിരുന്നു. പോകാൻ നേരത്ത് കരച്ചില്ല പോലെ. അത് എന്തൊക്കെയോ എനിക്ക് ഭയങ്കര ആദ്യമായിട്ട് ഒരു നാട്ടിൽ നിന്ന് ഇങ്ങനെ പോകും. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഈ നമ്മുടെ വീട് വിട്ട് അങ്ങ് കുറച്ച് നാൾ മാറി നിൽക്കുന്നു. എന്തൊക്കെയോ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അച്ഛനൊക്കെ എന്തോരം സമാധാനിപ്പിച്ചെന്നറിയാമോ. അയ്യോ, അങ്ങനെ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കും. ഇപ്പോഴും കയറിയാൻ ചെല്ലും. പക്ഷെ ഇപ്പോൾ ഇനി വിമാനത്തിൽ യാത്ര ചെയ്തില്ലെങ്കിൽ പറ്റാത്തൊരു അവസ്ഥയൊക്കെ എത്തിയോ? അപ്പോഴും ജപിക്കും കേട്ടോ. വീട്ടിൽ നിന്ന് എപ്പോഴും ഈ യാത്ര ചെയ്ത് ഇപ്പം എത്രയോ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്തു. ഇനിയിപ്പോൾ യാത്ര ചെയ്യാൻ പോവാണ്. അതെ, ഒരുപാട് യാത്രകൾ വന്നു. പണ്ടൊന്നും അങ്ങനെ വിമാനത്തിൽ കയറി മറ്റൊരു ദേശത്തേക്ക് പോകുന്നൊന്നും ഒരിക്കലും വിജയലക്ഷ്മി ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവില്ല. പ്രതീക്ഷിച്ചില്ല. ഇല്ല. ഇന്ന് കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വിജയലക്ഷ്മി പരിപാടി അവതരിപ്പിച്ചു. വിദേശത്തും സ്വദേശത്തും. നമ്മുടെ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റ് ഗായകരൊക്കെ എൻ്റെ മുഖത്തെ ഭാവങ്ങൾ നോക്കിയാണ് അവരുടെ പാട്ട് ഏറെക്കുറെ ചിട്ടപ്പെടുത്തുന്നത്. പക്ഷേ എൻ്റെ മുഖം കാണാത്ത വിജയലക്ഷ്മി എങ്ങനെയാണ് ഈ പാട്ടുകൾ ഒരുപക്ഷെ പാടുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ സിദ്ധി? അത് നമ്മുടെ ആത്മാവിൽ എന്താ പറയണേ, സംഗീതത്തിൽ കൂടി സാറിനെ കാണുന്നു. എല്ലാവരെയും കാണുന്നത് സംഗീതത്തിൽ കൂടിയാണല്ലോ. സംഗീതത്തിൽ കൂടി സാറിൻ്റെ ഭാവം കമ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീലിങ്സ് സംഗീതത്തിൽ കൂടിയാണ് ഞാൻ അറിയുന്നത്. വിജയലക്ഷ്മിക്ക് ഓരോ സംഗീത സംവിധാനം അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ അവർക്ക് ഒരു രൂപം കൽപ്പിച്ച് നൽകാറുണ്ടോ? ഉണ്ടോ? രൂപം ഇല്ല, സംഗീതം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എം ജയേന്ദ്രൻ സാർ വിളിക്കുന്നു. അപ്പം നമുക്കൊക്കെ സാധാരണ കാഴ്ചയുള്ള ആൾക്കാർക്കല്ലേ എം ജയേന്ദ്രൻ്റെ രൂപമാണ് മനസ്സിലേക്ക് വരുന്നത്. എനിക്ക് വിജയലക്ഷ്മിയുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? എൻ്റെ മനസ്സിൽ സംഗീതമാണ്. അതും ഒരുപക്ഷെ ജയേന്ദ്രൻ്റെ സംസാരവും ശബ്ദവും ഒക്കെ വന്നേക്കാം. അതെ, ശബ്ദവും അതന്നെ സ്വീറ്റാണ്, മെലോഡിയസ് ആണ്. ഒരിക്കലും ഒരു രൂപത്തെ സൃഷ്ടിക്കാൻ വേണ്ടി വിജയലക്ഷ്മി ശ്രമിക്കാറില്ല. അയാൾ ഇങ്ങനെയാണ് എന്ന് അങ്ങനെ ഒരു സംഭവമില്ല, സങ്കല്പമില്ല. ഒരുപക്ഷെ അത് ജനിച്ച ഉടനെ തന്നെ കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അത് അങ്ങനെ വന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചു കാലമെങ്കിലും കാഴ്ചശക്തി ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ പല രൂപങ്ങളെയും മനസ്സിലേക്ക് ആവാഹിക്കാം. ഒരാൾ വരുന്ന സമയമായി. ഹായ് വിജയലക്ഷ്മി, സുഖാണോ? പിന്നെ എനിക്ക് വിജയലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കാനുള്ള ആദ്യം ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. വിജയലക്ഷ്മി മിക്കവാറും അല്ല, എല്ലാ ദിവസങ്ങളിലും എന്നെ വിളിക്കാറുണ്ട്. അത് ഇങ്ങനെ വിളിച്ചങ്ങ് തകർക്കും. ഒരു തവണ വിളിക്കും, ഞാൻ കട്ട് ചെയ്യും. കാര്യം ഞാൻ എന്താ പറയുക, ഈ വാവിനും സംക്രാന്തിക്കും ഫിലിം ചെയ്യുന്ന ആളായതുകൊണ്ട് കൃത്യം ആ സമയം നോക്കി തന്നെ വിജയലക്ഷ്മി വിളിക്കും, ഞാൻ കട്ട് ചെയ്യും. പിന്നെയും വിളിക്കും, പിന്നെയും കട്ട് ചെയ്യും, വിളിക്കും. ഇത് തന്നെ. പക്ഷേ വിജയലക്ഷ്മി വിടത്തില്ല. 1.5 ലക്ഷമൊക്കെ വിളിച്ചു കളയും, 1.5 ലക്ഷം കോളൊക്കെ വിളിച്ചു കളയും. എവിടെ നിന്നാണ് ഈ ക്ഷമ ആർജിച്ചത്? ഇതാണ് എൻ്റെ കുസൃതി ചോദ്യം. പിന്നെ സീരിയസ് ആയിട്ടുള്ള ചോദ്യം. ഇപ്പോൾ വിജയലക്ഷ്മി ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്സ് നടത്തുന്ന കുട്ടിയാണ്. ഒരു ക്ലാസിക്കൽ മ്യൂസിക് പാടുമ്പോഴാണോ, നമ്മുടെ കർണാടക സംഗീതം പാടുമ്പോഴാണോ, സിനിമാ പാട്ട് പാടുമ്പോഴാണോ, അല്ല ഇത് രണ്ടും അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു അവിയൽ പരുവത്തിൽ വേറെ എന്തെങ്കിലും പാടുന്നതിലാണോ വിജയലക്ഷ്മിക്ക് ഒരു മനസ്സിന് സുഖം കിട്ടുന്നത്? ഏതാണ്? എല്ലാം പാടുമ്പോൾ എനിക്ക് സുഖമാണ് അങ്ങനെ പറയുന്നതല്ല, ഞാനൊരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. നമ്മുടെ ശരത് സാർ സാർ ആദ്യത്തെ ചോദ്യമല്ലേ, ചോദ്യം നമ്പർ 1 എങ്ങനെയാണെന്ന് വെച്ചാൽ സാറിനോടുള്ള ഇഷ്ടം കൊണ്ട്, സാറിനോടുള്ള എത്ര ദിവസം സംസാരിച്ചെന്നറിയാം. അപ്പോൾ ശബ്ദം കേൾക്കണം എന്നുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പിന്നെയും വിളിച്ചു പോകണത്. അങ്ങനെ ക്ഷമയങ്ങ് വന്ന് പോകണത്. എന്തായാലും സാറിൻ്റെ ശബ്ദം കേട്ടിട്ടേ ഒരു കാര്യം എന്നുള്ള ആ വാശീരം കൊണ്ട് വിളിച്ചു പോകണത്, അല്ലാതെ ഒന്നും ഇല്ല കേട്ടോ. ശല്യം മാത്രമല്ല, ഇനി എത്ര പ്രാവശ്യം കട്ടാക്കിയാലും എത്ര പ്രാവശ്യം എടുത്തില്ലെങ്കിലും വിജയലക്ഷ്മി വിളിക്കും എന്തായാലും, അല്ലേ? അതെ.
ഇനി ശരത് സാർ പറയാണ് ഞാൻ ബുദ്ധിമുട്ട് എനിക്ക് അല്പം ടെൻഷനിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാലും വിജയലക്ഷ്മി വിളിക്കും. അപ്പോൾ വിളിക്കില്ല. പക്ഷെ വിളിച്ചിരിക്കും എപ്പോഴെങ്കിലും. എപ്പോഴെങ്കിലും എന്നെങ്കിലേ വിളിക്കുള്ളൂ. അന്ന് ടെൻഷനാണെങ്കിൽ ശരി ആ ടൈം പിന്നെ വിളിക്കാന്ന് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന് വരെ. ഒരുപക്ഷെ ശരത് സാറിന് വിജയലക്ഷ്മിയുടെ വിളി വളരെ ഇഷ്ടമായത് കൊണ്ടാണ് മൂപ്പർ അതിനെക്കുറിച്ച് പരാമർശിച്ചത് തന്നെ. അതെ അതെ. ചോദ്യം നമ്പർ 2 എന്ന് വെച്ചാൽ ക്ലാസിക്കൽ പാടുമ്പോഴാണ്. ക്ലാസിക്കൽ, അവിയൽ, സിനിമ, അങ്ങനെ 2-3 കാര്യം പറഞ്ഞു. അവിയലല്ല കേട്ടോ, ക്ലാസിക്കൽ പ്യൂവർ കച്ചേരി നടത്തുമ്പോഴാണ് ആത്മസുഖം കിട്ടുന്നത്. പിന്നെ നമ്മൾ ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ദാസേട്ടനൊരു കാര്യം പറയും, നാട്ടുനടപ്പ് അനുസരിച്ച് ചൂട്ട് കത്തിക്കുക എന്ന്. അപ്പോൾ അതിൽ ജനങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ക്ലാസിക്കൽ പാടുമ്പോഴാണ്, പ്യൂവർ ക്ലാസിക്കൽ പാടുമ്പോഴാണ് ആത്മസംതൃപ്തി കിട്ടുന്നത്. വിജയലക്ഷ്മി ഇപ്പം ഈ പാട്ടുകളുടെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഇപ്പം ദാസേട്ടൻ തന്നെ പലപ്പോഴും പാട്ടുകളെ വിമർശിച്ചും അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പാട്ടിൻ്റെ പഴയ പാട്ടുകളൊക്കെ അങ്ങ് മാറി. ഇപ്പം പാട്ടുകളൊക്കെ പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി മാറി. ഈ പാട്ടുകളിലെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. ഏത് പാട്ടുകളോടാണ് വിജയലക്ഷ്മിക്ക് കമ്പം? പഴയ പാട്ടുകളോടാണോ? ശരിക്കും പറഞ്ഞാൽ പഴയത് തന്നെയാണ്. പക്ഷേ പുതിയതും ഇഷ്ടപ്പെടണമല്ലോ, ഇഷ്ടപ്പെടാതെ പറ്റത്തില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് എന്താ ചെയ്യുക. വിജയലക്ഷ്മിക്ക് ഇങ്ങനെ ടൈപ്പ് പാട്ടുകളൊന്നുമില്ല. എല്ലാ പാട്ടുകളും വിജയലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. നല്ലൊരു അടിപൊളി പാട്ട് ധനുഷ് പാടി, മലയാളിയെന്നോ തമിഴെന്നോ തെലുങ്കനെന്നോ ഹിന്ദിക്കാരെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഏറ്റെടുത്തൊരു ഗാനം, വൈ ദിസ് കൊലവറി. നല്ലൊരു മിമിക്രി താരമാണ് വിജയലക്ഷ്മി. എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ആ കുട്ടി വരുമ്പോൾ എന്നെ ഒന്ന് അനുകരിക്കാൻ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. ഒന്നല്ല 2 പേര് പറഞ്ഞു. ആദ്യം പറഞ്ഞ ആൾ വേറെ ആരുമല്ല, നല്ലൊരു തബലിസ്റ്റ് കൂടിയായിട്ടുള്ള ആരായിരിക്കും? മാളച്ചേട്ടൻ. ശരി, ഇതാ വിജയലക്ഷ്മി മാളച്ചേട്ടൻ അനുകരിക്കാൻ പോവുകയാണ്. വിജയലക്ഷ്മി എന്തുകൊണ്ട് വിശേഷം? മറ്റൊരാളൊരു പാട്ടുകാരനാണ്, MG ശ്രീകുമാർ. അത് വേണോ? പറപ്പിക്കണോ? ഇല്ലില്ല, എന്നെ തല്ലി വിളിക്കരുത്. അദ്ദേഹം എന്നോട് പറഞ്ഞു എത്ര വേണം എന്നെ ചെയ്യിപ്പിച്ചോളാൻ പറഞ്ഞു. പറഞ്ഞായിരുന്നോ? ഈശ്വര, പെർമിഷൻ എടുത്തിട്ടില്ലേ? എന്നാ കുഴപ്പമില്ല കേട്ടോ. എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു 10,000 രൂപ തന്നാനേ ഞാൻ. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ഒരു ചോദ്യമാണ്, അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. മലപ്പുറം, പൊന്നാനി, കോഴിക്കോട്. അതേതാ? ഒന്ന് പാടി നോക്കൂ, അപ്പോൾ കിട്ടും. ആകാശ ഡാഷ് നിരകളിൽ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. മലപ്പുറം, പൊന്നാനി, കോഴിക്കോട്. ആകാശ പൊന്നാനി. പൊന്നാനി പൊന്നാനി പൊന്നാനി. കറക്റ്റ് 10,000 രൂപ സമ്മാനം കിട്ടിയിട്ടുണ്ട്.
മൈക്ക് എടുത്തോ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. ഇതിന് ബഹുമതിയും കിട്ടി. അതെ, വലിയ അംഗീകാരമാണ് കിട്ടിയത്. അതെ. പക്ഷെ ഇതൊരു മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷമത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും കൂടിയുള്ള സൂചനയുള്ളൊരു പാട്ടാണത്. അതെ. ആ പാട്ട് പാടുമ്പോൾ വിജയലക്ഷ്മി ചിരിച്ചുവെങ്കിൽ പോലും ഒരുപക്ഷെ മനസ്സിൽ ചില സങ്കടങ്ങൾ ഉണ്ടാകാം. ഉണ്ടാകില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. ഒരു സങ്കടം ഞാൻ പറയട്ടെ. നല്ലൊരാൾ വിജയലക്ഷ്മിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഒരു ജീവിത പങ്കാളിയെ ഇതുവരെ കിട്ടിയില്ല. അതൊരു സങ്കടമല്ലേ വിജയലക്ഷ്മി? അതെ, തീർച്ചയായിട്ടും. ഒരാൾ വിജയലക്ഷ്മിയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം വരെ എത്തി. ഒരുപാട് മോഹങ്ങൾ നൽകി, പിന്നീട് പിന്തിരിഞ്ഞു പോയി. ഈശ്വര, ഇയാളിതൊക്കെ എങ്ങനെ അറിഞ്ഞു വച്ചിരിക്കുന്നു? പറഞ്ഞു. പിന്നെയുള്ളതിനാണെന്നറിയോ, എന്നോട് ആരാന്ന് ചിലർ ചോദിക്കൂലേ, ഇപ്പോൾ വന്നേ ആരാന്നറിയാവോ, ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കും. അതൊക്കെ എനിക്ക് അപ്പം ഈ വയ്യാത്ത ആൾക്കാരോട് ചോദിക്കുന്നുള്ള ഫീലിംഗ് ഉണ്ട്. പിന്നെ ചിലരും അമ്മയെ പറഞ്ഞ് മാറി നിന്നിട്ട് എന്നെ പറ്റിക്കാറുണ്ടെന്ന്, ഞാനിവിടെ ഇല്ല, ഞാൻ വന്നു എന്ന് പറയണ്ട എന്നൊക്കെ ഇങ്ങനെ മാറി തമാശയ്ക്ക് പറ്റിക്കുന്നതാണ്. പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യം. അപ്പം ഞാൻ ചോദിക്കും, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരോട് ചെയ്താൽ പോരെ, ഈ എന്നോട് തന്നെ വേണം ഇതൊക്കെ, എനിക്ക് വല്ലതും അറിയാവോ, ഒന്ന് തൊട്ടടുത്ത് നിന്നാൽ പോലും എനിക്കറിയാൻ പാടില്ല, അപ്പം എന്നോട് തന്നെ ഇത് ചെയ്യണോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ സങ്കടം വരും. വിജയലക്ഷ്മി ഒരുപാട് സൗഭാഗ്യങ്ങൾ വിജയലക്ഷ്മിക്ക് നൽകി. എനിക്കറിയാം വിജയലക്ഷ്മിയുടെ വിഷമങ്ങളൊക്കെ, അതൊന്നും മനസ്സ് വിഷമിപ്പിക്കേണ്ട. സ്വാഭാവികമായിട്ടും ആരെങ്കിലും വിജയലക്ഷ്മിയുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ നൈർമല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയുടെ ജീവിതത്തിലേക്ക് വരും. താങ്ക് യു സർ. സാറിൻ്റെ നാക്ക് പുന്നായിരിക്കട്ടെ. ഈ മനസ്സിൻ്റെ ശുദ്ധി തിരിച്ചറിയുന്നൊരു ചെറുപ്പക്കാരൻ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട്. അതെ, എപ്പോഴെങ്കിലും പുറത്തേക്ക് വരും വെളിച്ചത്തിലേക്ക്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ അല്ലേ? എല്ലാത്തിനും ഒന്ന് പറഞ്ഞു ഡയലോഗ്. എല്ലാത്തിനും ഒരു സമയമുണ്ട് മോനെ ദാസ. വരട്ടെ, അടുത്താൾ വരട്ടെ. ഒരാൾ വൈക്കം വിജയലക്ഷ്മി ഗായികയെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, വിജയലക്ഷ്മി ഇപ്പോൾ ഒരുപാട് 3-4 പടങ്ങളിൽ പാടി വളരെ പ്രസിദ്ധ ഗായികയായി തീർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ അടുത്ത കാലത്തൊരു കൊടുങ്ങല്ലൂർ പരിപാടിക്ക് ഒന്നിച്ച് ഡ്യുവറ്റ് പാടി. ഓലഞ്ഞാലിക്കുരുവി സാറേ, ഓലഞ്ഞാലിക്കുരുവി നമുക്ക് ഒന്നിച്ച് പാടാം എന്ന് പറയാറുണ്ട്. ഒന്നിച്ച് പാടാം, നിങ്ങൾ പാടി. വളരെ പക്ഷേ വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ വളരെ ടാലൻറ്റ്, ഈ സംഗീതത്തിന് വളരെ വിവരമുള്ള ഒരു ഗായികയാണ്. കർണാടക സംഗീതം നല്ലോണം പഠിച്ച് വിചിത്ര വീണ ഒരു ഇത് അത് വായിച്ച് അത് വളരെ ടാലൻറ്റഡാണ്, വെരി ടാലൻറ്റഡ് മ്യൂസിഷ്യൻ. നല്ല പിന്നെ സിംഗിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് സിംഗിങ്, ഓപ്പൺ സിംഗിങ് ആണ്. അപ്പോൾ അതുകൊണ്ടൊരു വ്യക്തിത്വമുള്ളൊരു ഗായികയാണ്, നല്ല ഗായികയാണ്. ഇനിയും കൂടുതൽ നല്ല അവസരങ്ങൾ വിജയലക്ഷ്മി കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുക. നല്ലത് തരട്ടെ വിജയലക്ഷ്മി. ഓക്കെ, ബൈ.
ഓ പി ജയേന്ദ്ര സാർ, ആ താങ്ക് യു. എത്ര മഹാന്മാരായിട്ടുള്ള സംഗീതജ്ഞന്മാരാണ് വിജയലക്ഷ്മിക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്താ കഥ, ആരാ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്? എന്താ കഥ. ആ പാട്ടും കൂടി അങ്ങ് പാടിയിട്ട് നമുക്ക് അത് പൂപ്പരുടെ ഒരു ആഗ്രഹമായിരുന്നു വിജയലക്ഷ്മി അങ്ങ് പാടണം. ഞാൻ വാണിയമ്മയുടെ ശബ്ദത്തിലെ വ്യത്യസ്ത അങ്ങനെ പാടാം കേട്ടോ. ഓക്കെ ശരി. ഹലോ ആ ഹലോ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടിക്കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടിക്കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. നറുചിരി നാലുമണി പൂവു പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നെടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഇത് വാണിയമ്മയുടെ ശബ്ദത്തിലാ. ഇനി വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദത്തിൽ പാടുവാണ് എങ്ങനെ പാടും? ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. നറുചിരി നാലുമണി പൂവു പോൽ വിരിഞ്ഞുവോ, ചെറുമഷി തണ്ടു നീട്ടി വന്നെടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാനാദ്യമായി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ജയേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ശബ്ദം തുറന്നങ്ങോട്ട് പാടുക എന്നുള്ളതാണ് വിജയലക്ഷ്മിയുടെ ഒരു പ്രത്യേകത. അദ്ദേഹം വേറൊന്നും കൂടി പറഞ്ഞു, അദ്ദേഹത്തെ പോലെ ഇത്രയും ദീർഘകാലം സംഗീതത്തിൻ്റെ സമുദ്രത്തിൽ നിന്ന് തുടിക്കുന്ന ഒരാൾ പറയുകയാണ്, നല്ലൊരു ഭാവി ഇനി വിജയലക്ഷ്മിക്കുണ്ട്. താങ്ക് യു. അതാണ് അത് കേട്ടാൽ മതി, അത് കേട്ടാൽ മതി. വിജയലക്ഷ്മിക്ക് മറ്റ് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലുണ്ടാവില്ലേ? അപ്പം ആദ്യം ജീവിതത്തെക്കുറിച്ചൊന്നും വലിയ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ദാസേട്ടന് ദക്ഷിണ കൊടുത്ത ആ നിമിഷത്തിൽ എനിക്ക് കുറച്ചുകൂടെ എനർജി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുപോലെ ഇപ്പം കേരളം വിജയലക്ഷ്മിയിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട്. വിജയലക്ഷ്മി എന്ത് പ്രതീക്ഷയാണ് വിജയലക്ഷ്മിയിൽ അർപ്പിക്കുന്നത്? ഇപ്പോൾ ഇനി എന്താകണം? ഇവിടെ നിന്നാൽ മതിയോ? ഇങ്ങനെ ഈ സംഗീതം പഠിച്ചുകൊണ്ടേയിരിക്കുക, അപൂർവരാഗങ്ങൾ ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കുക, റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കുക, പിന്നെ പ്രധാനമായിട്ട് കാഴ്ച കിട്ടുക, പിന്നെ അങ്ങനെ സംഗീതത്തിൽ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അതിന് പ്രേക്ഷകരുടെയും പിന്നെ ഭഗവാന്റെ അനുഗ്രഹവും പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം. നിങ്ങളുടെ എല്ലാവരുടെയും. വിജയലക്ഷ്മി ഇപ്പോൾ മലയാളികളുടെ പ്രിയങ്കരിയാണ്. എന്തായാലും മറ്റു ഭാഷകളിലേക്കും വരുന്നുണ്ട്. ഉണ്ട്, തമിഴിൽ പാടിയിട്ടുണ്ട്. തമിഴിൽ പാടി, ആ തമിഴിൽ പാടിയ പാട്ട് ഇവിടെ വളരെ ശ്രദ്ധേയമായി. നമുക്ക് അതിൻ്റെ ഒരു 2 വരിയും കൂടി കേട്ടാ. ഓക്കെ. പുതിയ ഉലകை தேடி போகிறேன், என்னை விடு, பிரிவில் தொடங்கி பூத்ததை பிரிவில் முடிந்து போகிறேன், மீண்டும் நான் மீளப் போகிறேன், தூரமாய் வாழப் போகிறேன், புதிய உலகை தேடி போகிறேன், என்னை விடு. മനോഹരമായിരിക്കുന്നു. താങ്ക് യു. എന്തായാലും വിജയലക്ഷ്മി കേരളക്കരയിൽ നിന്ന് തമിഴ്നാട് കരയിലേക്ക് എത്തി. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ സിനിമ ഗാനാലാപനത്തിൽ
വലിയൊരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. അതെ ഇനി ആ ഒരു പോക്ക് അവിടെ അവസാനിക്കുന്നില്ല കേട്ടാ, ആ അങ്ങ് പോവും ഇങ്ങോട്ട്. അതെ, ഞാൻ പാടി അഭിനയിച്ചിട്ടുണ്ട് മലയാളം സിനിമയിൽ. യെസ്. അയ്യോ, താങ്ക് യു. വിജയലക്ഷ്മിയുടെ ജീവിതത്തിലെ എല്ലാ ഏടുകളും ഞങ്ങൾ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഓ, എന്താ കഥ. ഒന്നുപോലും ഞങ്ങൾ വിട്ടിട്ടില്ല. ഒരു സുഹൃത്തിന് എന്തോ കാര്യം പറയാനുണ്ട്. സുഹൃത്തിന്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാവും ഏതാ സുഹൃത്ത്. വിജയലക്ഷ്മി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിംഗറാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, ഫോണിൽ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ പോലും സംസാരിക്കുന്ന പോലും പാട്ടിൻ്റെ രൂപത്തിലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എവിടെയാണെങ്കിൽ തന്നെ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, എവിടെയാണ്, ഫുൾ സംഗതിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു പാട്ടിറങ്ങിയാൽ പോലും അത് എനിക്ക് പാടിത്തരും, അത് സംഗതിയുടെ രൂപത്തിലായിരിക്കും. അപ്പോൾ പ്രത്യേക സന്തോഷം. അപ്പോൾ എനിക്ക് വിജയലക്ഷ്മിയോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോൾ തമിഴിൽ, മലയാളത്തിൽ നല്ല പാട്ടുകൾ പാടുന്നുണ്ട്, അതുപോലെ തന്നെ തമിഴിൽ ഇപ്പോൾ പാടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡി മാൻ പോലുള്ള മ്യൂസിക് ഡയറക്ടറുടെ കീഴിൽ വളരെ നല്ല പാട്ടുകൾ ഇപ്പോൾ പാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടത്തെയും അവിടെയുള്ള ഒരു ഡിഫറൻസ് ഒരു എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഹലോ നജീം വർഷാദ്, നമ്മുടെ ആളല്ലേ. യോ 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 യോ, ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ഫീൽ രണ്ടും ഒരു വ്യത്യാസമില്ല കേട്ടോ. അത് ഇപ്പോൾ മലയാളത്തിലെ പോലെ തമിഴിൽ ഉച്ചാരണം പഠിക്കാനൊന്നും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം കീർത്തനങ്ങളൊക്കെ, തമിഴ് കീർത്തനങ്ങളൊക്കെ പാടുന്നുണ്ട്. പിന്നെ 5 വർഷം ചെന്നൈയിലിരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ ഒരു വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. രണ്ടും നല്ല ഇതായിട്ട് തന്നെ തോന്നിയിരിക്കുന്നു. ഒരു വ്യത്യാസമില്ല, പഠിക്കാനൊരു ബുദ്ധിമുട്ടുമില്ല, നല്ല സുഖമാണ്. ഏത് പാട്ടും വിജയലക്ഷ്മിക്ക് വഴങ്ങും അല്ലേ? അതെ, അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഇത്. നല്ലൊരു പാട്ടിൻ്റെ ഒരു സംഗീത സംവിധാനം കൂടി നിർമ്മിക്കും. അങ്ങനെ ചെയ്താലോ എന്ന് ആലോചിക്കും. അത് പറഞ്ഞ നന്നായി കേട്ടോ. അപ്പോൾ മനസ്സിലിപ്പോൾ ഞാൻ മനസ്സിലാക്കി, അതാണ് കേട്ടാ. ചെയ്താലോ. അപ്പോൾ നല്ലൊരു സംഗീത സംവിധായകനായി ഉരുത്തിരിയണമെന്നുള്ളൊരു ആഗ്രഹം കൂടി വിജയലക്ഷ്മിക്കുണ്ട്. ചിലതൊക്കെ ചിട്ടപ്പെടുത്തി തുടങ്ങിയ ക്ലാസിക്കൽ ഇപ്പം ചെയ്തിട്ടുള്ളൂ, സിനിമയിലായിട്ടില്ല കേട്ടോ, റെഡിയില്ല. അങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഭക്തിഗാനം പാടിയാലോ നമുക്ക്? ഇന്ദു കലാധര ഗൗരി വല്ലഭ പള്ളിപ്പുറത്തപ്പ സച്ചിന്മയ. ഇന്ദു കലാധര ഗൗരി വല്ലഭ പള്ളിപ്പുറത്തപ്പ സച്ചിന്മയ. കൂപ്പുന്നു കൈയുകൾ, നിറയുന്നു കണ്ണുകൾ. കൂപ്പുന്നു കൈയുകൾ, നിറയുന്നു കണ്ണുകൾ. അനുഗ്രഹം ചൊരിയൂ ജഗദീശ്വര. കൂപ്പുന്നു കൈയുകൾ, നിറയുന്നു കണ്ണുകൾ. അനുഗ്രഹം ചൊരിയൂ ജഗദീശ്വര. ഇന്ദു കലാധര ഗൗരി വല്ലഭ പള്ളിപ്പുറത്തപ്പ സച്ചിന്മയ. വിജയലക്ഷ്മിക്ക് സംഗീതത്തിന് ലോകത്ത് ഇനിയും ചിറക് വടർത്തി ഒരുപാട് പറക്കട്ടെ, ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും. താങ്ക് യു, താങ്ക് യു. ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുരോഗതിയിൽ വിജയലക്ഷ്മിയുടെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഒരു വൈദ്യ ഗവേഷണ സാധ്യത ഉരുത്തിരിഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയുടെ ഈ സുന്ദരമായ 2 കണ്ണുകൾക്ക് ദീപ്തി ലഭിക്കട്ടെ. താങ്ക് യു വെരി മച്ച് സർ. ഈ 2 കാര്യങ്ങളും സംഭവിക്കണം. അതുപോലെ സർവമംഗളങ്ങളും വിജയലക്ഷ്മിക്ക് നേർന്നുകൊണ്ട് ഇത്രയും നേരം വിജയലക്ഷ്മി ഞങ്ങളോടൊപ്പം സംസാരിച്ച് പാടി സമയം ചെലവഴിച്ചതിന് വലിയ നന്ദിയൊന്നും ഞാൻ പറയുന്നില്ല. എന്താ കാരണം വിജയലക്ഷ്മി എൻ്റെ കൊച്ചു സഹോദരിയെ പോലെയാണ്. ഞാനാണ് നന്ദി പറയേണ്ടത്. ഒരു സഹോദരൻ്റെ ഇടയിൽ നന്ദിയുടെ ആവശ്യമില്ല. ആവശ്യമില്ല. ഓക്കെ വിജയലക്ഷ്മി, താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടിപൊളി.